ഇന്ന് നമ്മളൊരു കംപ്ലീറ്റ് ബാലൻസ്ഡ് മീലാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. സ്വീറ്റ് കോണും റാഗിയും ഉപയോഗിച്ചിട്ടുള്ള ഒരു സൂപ്പ്. നമസ്കാരം, വിരാടം രുചിക്കളത്തിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധികയുണ്ടേ. പങ്കാളി, അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് മീല്, അതായത് സൂപ്പിന്റെ സാധനങ്ങൾ പരിചയപ്പെടുത്തുമല്ലേ? അതെ, ഇതിന്റെ സ്റ്റാർ 2 സാധനങ്ങളാണ്. ഒന്ന് കോണും ഇത് റാഗി. അപ്പൊ കോണ് നമുക്ക് വേണ്ടത് 1 കപ്പാണേ. ഇത് നമ്മൾ പൊളിച്ചെടുക്കണം. പിന്നെ ഇത് വേണ്ടത് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഒരു സവാള, ഒരു നാരങ്ങയുടെ വലിപ്പമുള്ളത്, ഒരു ചെറിയ പച്ചമുളക് മതി. പിന്നെ 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ജീരകം വറുത്ത് പൊടിച്ചതാണേ. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും നാരങ്ങ നീരും. ഇതിന്റെയൊക്കെ അളവ് ഞാൻ ഇടുന്ന സമയത്ത് പറയാം. അപ്പൊ നമ്മള് പാചകത്തിലേക്ക് കടക്കാം. അതെ, ആദ്യം ഇത് 1 കപ്പ് നമുക്ക് എടുക്കാം. ഉള്ളി അരിഞ്ഞു വെക്കണം. ഇതെല്ലാം അതുകൂടെ പറയാം. ഇതെല്ലാം ഈ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കുരുകുരാന്ന് അരിയണം. ഓക്കെ, നമ്മള് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതേ. കോണ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റാഗി എന്താ ചെയ്യേണ്ടത് അല്ലേ? 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി. അത് നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച്, സാധാരണ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കലക്കുക. അല്ലെങ്കിൽ ഈ കട്ടയൊന്ന് മാറി കട്ട മാറ്റി ഒന്ന് നന്നായിട്ട് കലക്കി എടുത്ത് വെക്കുക. ഇതെല്ലാം കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ സ്വീറ്റ് കോൺ ഒന്ന് വേവിച്ചെടുക്കണം ഈ സൂപ്പിന് വേണ്ടി. അപ്പോൾ ഇത് 1 കപ്പ് നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് വെച്ച് 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. ഇനി അതൊന്ന് തിളച്ച് ഒരു 5-6 മിനിറ്റ് തിളച്ച് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഒന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് അത് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ആയോന്ന് ഒന്ന് നോക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആയോ നോക്കണേ. സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഊറ്റാം. നമുക്കിത് ഊറ്റി എടുക്കാം കേട്ടോ. ഒരു എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പാണ്. ഇതിൽ നിന്നൊരു 1/4 കപ്പ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഈ സൂപ്പിലേക്ക് ഡയറക്റ്റായിട്ട് ഇടാൻ. ബാക്കി നമ്മൾ അരച്ചു എടുക്കണം. അപ്പോൾ 1/4 കപ്പ് എടുത്ത് മാറ്റി ഗാർണിഷിങ്ങിനും ഉപയോഗിക്കാം. നമുക്കിത് സൂപ്പിൽ ഇങ്ങനെ തന്നെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കാം. ബാക്കി എടുത്ത് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ആറിയിട്ട് ഈ കോണിൻ്റെ ഈ വെള്ളവുമായിട്ട് നമുക്ക് ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട, ആവശ്യത്തിന് ചേർത്ത്. ഇപ്പോൾ വേവിച്ച നമ്മുടെ ഇത് കോണിൻ്റെ ഒരു 1/4 കപ്പ് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ബാക്കി അരയ്ക്കാൻ തന്നെ സ്മൂത്ത് പേസ്റ്റായിട്ട് അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിക്കകത്ത് ഈ ബൗളിലേക്കകത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കോണിൻ്റെ വെള്ളമില്ലേ, അതിലൊരു 1/4 കപ്പ് കൂടെ ഒഴിച്ച് ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. നമ്മളിതേ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം എടുത്ത് അരച്ചു, എല്ലാം വെച്ചു. ഇനി നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ പോവാം. സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുവാണെ ഒരു പാൻ അടുപ്പി വെച്ച് മീഡിയം ഫ്ലെയിം മതി കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ നെയ്യ്. ഇനി നെയ്യ് ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. അതൊന്ന് ചൂടായ ശേഷം വെളുത്തുള്ളിയെ നമ്മൾ 2 വെളുത്തുള്ളി എടുത്ത് വെച്ച് കുനുകുനാന്ന് അരിഞ്ഞത് അതിടുക. വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് വഴറ്റിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇതേ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറിയ അരിഞ്ഞിട്ട് അതും ഒന്ന്. ഇനി സവാള, ഇതൊരു 3 ടേബിൾ സ്പൂൺ വരെ ഒരു ചെറിയ സവാളയായിരുന്നു. നമുക്ക് മീഡിയം ഫ്ലെയിം മതി കേട്ടോ. ഇതൊന്നും ബ്രൗൺ കളർ ആകണ്ട, ഒരു കണ്ണാടി പോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇത് ഒരു പച്ചമുളക്, അത് ചെറുതായിട്ട് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് പൊടിയായിട്ട്. ഇത് നമ്മുടെ സവാളയെല്ലാം ഒരു ചെറിയ ബ്രൗൺ ആയി, കണ്ണാടി പോലെയായി. ഇനി നമ്മൾ നേരത്തെ നമ്മൾ അരച്ചുകൊണ്ട് വന്ന പ്യൂരി ഉണ്ടല്ലോ, അത് നമ്മളിവിടെ ആഡ് ചെയ്യുക. കോൺ പേസ്റ്റ് അത് ആഡ് ചെയ്യുക. 1 കപ്പ് വെള്ളം. നമ്മൾ എടുത്തു വെച്ച ആ കോണ്, പിന്നെ നേരത്തെ ഊറ്റി വെച്ചിരുന്ന ആ കോൺ വെള്ളത്തിന്റെ ബാക്കി, അതിപ്പോൾ ഒരു 1/2 കപ്പോളം വരും. അതും അതിൻ്റെ കൂടെ നമ്മളൊരു 1.5 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്യണേ. ഇത് സൂപ്പാണല്ലോ.
ഇനി ഇത് ഒന്ന് തിളയ്ക്കട്ടെ. ഓക്കേ. നമ്മുടെ സൂപ്പ് പതുക്കെ തിളച്ചു തുടങ്ങി. ഇനി ഇതങ്ങ് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ. നമ്മുടെ റാഗിപ്പൊടി കലക്കിയത് ചേർക്കാൻ പോവാണേ. കുറേശ്ശെ ചേർത്തില്ലെങ്കിൽ അത് ഞാനിപ്പോൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചോ വേണം നമ്മളിത് ചെയ്യാൻ. ഞാനിത് മാറ്റി ഒരു വിസ്ക് എടുക്കാം. ഓക്കെ, പതുക്കെ റാഗി ആഡ് ചെയ്യണം. റാഗി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സൂപ്പിന് കുറച്ച് തിക്നെസ് കൈവരിക്കും. ഇനി ഈ റാഗി എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ, ഈ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ഈ അയണും കാൽഷ്യത്തിനും ഒക്കെ നിറഞ്ഞൊരു സാധനമാണത്. നമ്മളിങ്ങനെ പതുക്കെ ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിലിരുന്ന്. ഇവിടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ റാഗി അല്ലേ ചെറുപ്പത്തിൽ കൊടുക്കും, അതുപോലെ തന്നെ വയസ്സായവർക്കും പല്ലിനും ബലത്തിന് അല്ലേ, അതെ, ആരോഗ്യം നൽകുന്നതിനും. അതുപോലെ കോൺ ഇതുപോലെയാണ്, ധാരാളം ആന്റി ഓക്സിഡൻസ് ഉള്ള, ധാരാളം ദഹനപ്രക്രിയയൊക്കെ സഹായിക്കുന്ന. വയസ്സാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാറുള്ളൂ ദഹനത്തിന്. അതിന് ബെസ്റ്റ് സാധനമാണ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് മീലാണ്, ഒരു ഡിന്നറിന് പകരം രാത്രിയിൽ കഴിക്കാവുന്ന ഒരു സാധനം അല്ലേ. വയറിനും സുഖമാണ് കഴിച്ചു കഴിയുമ്പോൾ. ഇനി നമുക്ക് ഉപ്പ് ഇതുവരെ നമ്മൾ ആഡ് ചെയ്തില്ല, ഇനിയാണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു 3/4 ടീസ്പൂൺ ഉപ്പാണ്. നമുക്ക് ലാസ്റ്റ് തിള കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത് 2 സാധനം കൂടെ ആഡ് ചെയ്യാൻ. ഉപ്പ് ലാസ്റ്റ് ഒന്നുകൂടെ നമുക്ക് നോക്കണേ. ഇതൊന്ന് തിളക്കട്ടെ, ഒരു 5-6 മിനിറ്റ് എടുക്കുക കേട്ടോ. ഇപ്പൊ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ട 1-2 സാധനങ്ങളുണ്ട്. ഒന്ന് ജീരകപ്പൊടിയാണ്, ഇത് 1/2 ടീസ്പൂൺ കേട്ടോ. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മളൊരു മൊത്തത്തിൽ ഇതിൽ 1/2 ടീസ്പൂൺ ചേർക്കും. അത് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. നമ്മുടെ ഇത് നല്ല സൂപ്പ് നല്ല ക്രീമിയ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ സൂപ്പ് റെഡിയായി. ഇനി നമുക്കിതങ്ങ് ഒന്നുകൂടെ നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് വേണോ വേണ്ടേ നോക്കാം. ഒരു കുറച്ചുകൂടെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 1/4 ടീസ്പൂൺ നമുക്ക് എന്തായാലും നമ്മുടെ അവസ്ഥ അത് നോക്കിയിട്ട് അവരവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് രണ്ടാമത് ഇടുന്നത് നോക്കിയിട്ട് ഇടുക. നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ടുള്ള സൂപ്പ് റെഡി. ഇനി നമുക്ക് ഗാർണിഷിംഗ് ആണ് ബാക്കിയുള്ളത്. ഈ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾ നാരങ്ങാനീര്, ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷന് വൈറ്റമിൻ സി ആവശ്യമാണ്, കാൽഷ്യവും അയണും. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില. അപ്പം നമ്മുടെ സൂപ്പ് ഹെൽത്തി ആയിട്ടുള്ള കോൺ റാഗി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കൊച്ചുകുട്ടികൾക്കല്ല, കൊച്ചുകുട്ടികൾക്കും വയസ്സായവർക്കും അതൊക്കെ ഏറ്റവും വേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വയസ്സായവർക്കാണ് എല്ലിന്റെ ആരോഗ്യമൊക്കെ. തീർച്ചയായും റെസിപ്പി പ്രായമായവർ പ്രത്യേകിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തണേ. മാറ്റല്ലേ. അങ്ങനെ നമ്മുടെ സൂപ്പിൻ്റെ കഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം, തീർച്ചയായും പരീക്ഷിച്ച് നോക്കണം. പ്രത്യേകിച്ച് ഇത്തിരി പ്രായമുള്ള, ഞങ്ങളുടെയൊക്കെ പ്രായമുള്ള ആൾക്കാർ അല്ലേ, എല്ലിനും പല്ലിനും ഒക്കെ ബലം വയ്ക്കാനായിട്ട് നല്ല സാധനമാണ്. പ്രത്യേകിച്ച് ഡൈജഷന് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ 1/4 ടീസ്പൂൺ ആണ് നേരത്തെ ഇട്ടത്. നമ്മൾ ഫൈനലി ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് ഈ കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിത് കുറച്ച് കോണ്ടെ വെച്ചൊന്ന് നമുക്കൊന്ന് ഭംഗിയാക്കാം. ഒരു കാണാൻ ഭംഗിക്കാണ് കേട്ടോ. ഒരു ഇത് വരുന്നുണ്ട്, ഒരു മല്ലിയില. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഷ് പരീക്ഷിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത വിഭവങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. പങ്കാളി, നമസ്കാരം.